അങ്ങനെ നമ്മൾ അടുത്ത സൈറ്റ് കൂർക്കഞ്ചേരിയിൽ എത്തിയിട്ടാ. കാരണം ഈ വീട് എന്തായാലും അമ്മൂനെ എടുക്കുക, കാരണം അത് ഭൂമിയിലാവുകൊണ്ടേ അവൾക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അമ്മൂനെ തന്നെ എടുക്കുക. ഇനി ഇത് നമ്മളെ ചുമര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാമോ? ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ, കട്ട് ചെയ്യാൻ പറ്റില്ല, മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയലുണ്ടല്ലോ അല്ലേ. ഞങ്ങൾ കൺസ്ട്രക്ഷൻ പീരീഡിൽ തന്നെ ഞങ്ങൾ മോഡിഫൈ ചെയ്താണ് ഈ കാണുന്നത്. പിള്ളേർ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇവരിത് ഗ്രൈൻഡറിലാണ് കട്ട് ചെയ്തത്. ശരിക്കും മെഷീൻ കട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറ്റും. അത് എന്തിനാ കട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഏരിയ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കുക വെച്ചിട്ടാണ്. അതായത് നമ്മളെ വീഡിയോസ് ചില സൈറ്റിലെ കണ്ടിട്ട് നമ്മളെ ക്ലയൻറ്റ് ഈ ചേട്ടന് ആ രീതിയിൽ സ്റ്റെയർ വേണം. പക്ഷെ സത്യം പറഞ്ഞാൽ അത് പോസിബിൾ അല്ല, സ്പേസ് ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ ഉള്ളിൽ വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ മറ്റേ ഇതിൽ പറഞ്ഞത് കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ അത് നടത്തി കൊടുക്കാന്ന് പറയില്ലേ, ആ ഒരു പോളിസിയാണ് നമുക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അതിനിപ്പം ഇനി കുറച്ച് എക്സ്ട്രാ പണി വന്നു വെച്ചിട്ടൊന്നും നമുക്ക് വിഷയമല്ല. കാരണം അവർ പൈസ ചിലവാക്കി വെക്കണ വീടാണ്. അപ്പം മാക്സിമം അവരുടെ ആഗ്രഹങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റണതാണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം അവർക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ഇതിലിങ്ങനെ പൈപ്പ് വരുന്നൊരു ഡിസൈന് അവർ കാണിച്ചു തന്നായിരുന്നു. അതായത് ഇവിടെ അവർക്കിങ്ങനെ പൈപ്പിൽ ഒരു കട്ടിങ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ചിലത് അവർ പറയുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇത് ഇത്ര ചെറിയ സിറ്റ് ഔട്ടാണ് വരുന്നത്. പിന്നെ അതും കൂടാണ്ട് നമ്മളിത് പില്ലറല്ല ചെയ്തിരിക്കണത്, നമ്മളെ 4 ഇഞ്ച് ചുമര് തന്നെയാണ് ചെയ്തിരിക്കണത്. അപ്പോൾ ഈ ഒരു കാണുന്ന പൈപ്പാണ് ഇതിൻ്റെ മെയിൻ സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ പൈപ്പായിട്ട് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ നിന്ന് തന്നെ ഷോവാളും കൂടി ഇത് ചുമരാക്കിയിട്ട് കൊടുന്നിരിക്കണത്. പിന്നെ നോർമലി ഒരു ചെറിയ വീടാണെങ്കിൽ ഞാൻ ചെയ്തേനെ. ഇതിന് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ഇവിടെ വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മെയിൻ സ്ലാബ് ഏകദേശം ഒരു 1 മീറ്ററോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ ആ സ്ലാബിൻ്റെ ലോഡും എല്ലാ ലോഡും പാടെ ചെറിയൊരു പോർഷനിൽ താങ്ങില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരിഷ്ടം നിറവേറ്റി കൊടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പം തന്നെ കണ്ടില്ല, ഇത് കണ്ടുമ്പോൾ ഈ കരിങ്കല്ല് തറയ്ക്കുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ പറയലുണ്ട് കോൺക്രീറ്റിൻ്റെ തറയാണെന്നുണ്ടെങ്കിൽ പൈസ കൂടും, പക്ഷെ കരിങ്കല്ല് തറയ്ക്ക് അതിൻ്റെതായ പാളിച്ചകളും ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കംപ്ലീറ്റ് വെള്ളവും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. എന്തായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ നമ്മൾ ചെക്കന്മാരോട് വന്നിട്ട് അതൊന്ന് അടയ്ക്കാൻ പറയണം. കാരണം ഇതൊന്നും ഇപ്പോൾ തറ ഇട്ടപ്പോഴൊന്നും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ നല്ല മഴയൊക്കെ വരുമ്പോൾ ആ വെള്ളം, പിന്നെ എന്താണെന്ന് അറിയില്ല, ഇവിടെ നല്ല വെള്ളം വരുന്നുണ്ട് തോന്നുന്നു. ആ വെള്ളം ഫുള്ള് ഇപ്പം നമ്മൾ തറേൻ്റെ ഉള്ളിലേക്കാണ് പോണത്. തറേൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണുണ്ടല്ലോ, അതായത് ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് ഫോഴ്സിൽ കയറുമ്പോൾ ആ ഉള്ളിലുള്ള മണ്ണ് നേരെ കരിങ്കല്ല് പടവല്ലേ, അതിങ്ങനെ കുറച്ച് ദിവസം ലൂസായിട്ട് ആ കരിങ്കല്ല് പടവിൻ്റെ ഉള്ളിൽ പോയിട്ട് കയറും. അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ റൂമിൻ്റെ ഹാളിൻ്റെ ഒക്കെ ഉള്ളിൽ വങ്കായി മാറും. ഭാവിയിൽ ചിലപ്പോൾ ടൈസ് കടകട സൗണ്ട് വരും. ചില വീടിൻ്റെ വല്ലാണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നും പോവും. അപ്പോൾ അതൊക്കെ ഈ കരിങ്കല്ല് തറയ്ക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. പിന്നെ അവർ ആഗ്രഹമായിരുന്നു അവർക്ക് വലിയ ഡോറ് വെക്കണം അല്ലേ. അപ്പോൾ ചെറിയ വീടാട്ടോ. അത് എത്ര സ്ക്വയർ ഫീറ്റ് അടി വീട്? എത്ര? 675 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അടിയിൽ. മുകളിൽ ഇതാകെ ഒരു 1 ബെഡ്റൂം അല്ലേ ഉള്ളൂ, താഴെ 1 ബെഡ്റൂമേ ഉള്ളൂ. അപ്പോൾ ഇത് 9 ഇഞ്ച് മെയിൻ ഡോർ അവർ ഓൾറെഡി പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ 9 ഇഞ്ചിൻ്റെ ചുമര് തന്നെ, അവിടെ അല്ല, ഇവിടെയാണ് 9 ഇഞ്ചിൻ്റെ ചുമര്. അപ്പോൾ ഇവിടെ 9 ഇഞ്ചിൻ്റെ ചുമര് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചുമര് മൊത്തം 9 ഇഞ്ചാക്കാൻ പോയിട്ടില്ല. നമ്മളിവിടെ റിഡ്യൂസ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇത്രയും സ്പേസ് കണ്ടേ, ഇത്ര സ്പേസ് നമ്മൾക്ക് അധികം കിട്ടും. ഇത് 9 ഇഞ്ചാക്കി കഴിഞ്ഞ് ഇത് ഇപ്പോൾ ലീവിങ്, അതിൻ്റെ ഹാളിൻ്റെ സ്പേസ് വെറുതെ ഇതിനെ കളഞ്ഞ് എഴുതിയിട്ട് നമ്മളിവിടെ ഒരു കട്ടിങ് ആക്കിയിട്ട് തന്നെ കൊടുത്തിരിക്കണത്. ഓക്കെ. പിന്നെ ആദ്യം പറഞ്ഞില്ലേ മോഡിഫിക്കേഷൻ പറ്റില്ല എന്നത്, ഇതിൻ്റെ പല സ്ഥലത്തുനിന്നും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ചുമര് ഞാൻ ഇവിടെ പറയുമ്പോൾ അവിടെ പോയിട്ട് എടുക്കണേ, ഇവിടെ നല്ല അടിപൊളി ക്യൂട്ട് ലീവിങ് ആണ്. ചെറിയൊരു സ്പേസ് ഞാൻ പറഞ്ഞല്ലോ, 675 സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ അതും കൂർക്കഞ്ചേരി ഐ വിഷൻ ഹോസ്പിറ്റലാണ് നേരെ ഫ്രണ്ടിൽ. ഇത്രയും വലിയ ടൗണിൽ ഇങ്ങനത്തെ സ്പേസുകൾ നമുക്ക് വീട് വയ്ക്കാൻ കിട്ടുക. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു കൊട്ടാരം പണി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. അതിനനുസരിച്ചിട്ട് പറയില്ല, ചെറിയ വീടുകൾ കിട്ടുമ്പോൾ അതിൽ എലിവേഷനിലൊന്നും നമുക്ക് മാക്സിമം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് അവർക്ക് മാക്സിമം സ്പേസും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഈ സൈഡിലൊരു 4 കള്ളി ജനൽ കൊടുക്കാണ്ട് നമ്മൾ ഈ 2 കള്ളിയുടെ ജനൽ കൊടുത്തിട്ട് പാളികൾ 4 എണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മളതിൽ
ഓപ്പണിംഗ് എല്ലാം ഐമാക്സ് ആണ് മുകളിലത്തത് കൊടുത്തിരിക്കുന്നത്, ഒരു സൈഡിലേക്കുള്ള തുറക്കണതല്ല. അതേപോലെ തന്നെ നമ്മളിവിടെ എല്ലാ വീടിൻ്റെയും പോലെ തന്നെ ടി വി യൂണിറ്റും ടി വിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കണമെന്നില്ല കേട്ടോ. കാരണം ടി വിക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളും, അതായത് വയറും കാര്യങ്ങളൊന്നും കാണാണ്ടിരിക്കാൻ ഈ ഒരു പൊസിഷനിൽ ടി വി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 ഇഞ്ചിൻ്റെ പൈപ്പൊക്കെ സ്ക്രീനിന് ഉള്ളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീനുള്ള സൈറ്റിലാണ് മാക്സിമം അതൊക്കെ ഓൺ ചെയ്യൽ. മറ്റേത് പിന്നെ നമ്മൾ ആ സമയത്ത് അവിടെ എത്തണം. പിന്നെ മോഡിഫിക്കേഷൻ, കോൺക്രീറ്റിൽ ചെയ്ത മോഡിഫിക്കേഷൻ പറ്റില്ല. കോൺക്രീറ്റിൽ വീട് നമുക്ക് ഉണ്ടാക്കാൻ അറിയെങ്കിൽ അത് മോഡിഫിക്കേഷൻ ചെയ്യാനും നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചുമര് കട്ട് ചെയ്തിരിക്കണതാ. അപ്പോൾ ഈ ഒരു ചുമര് കട്ട് ചെയ്യേണ്ട അവസ്ഥ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞു, നമ്മളെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സ്റ്റെയർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചുമര് കട്ട് ചെയ്തത്. ആക്ച്വലി ഈ ഒരു ചുമര് ഇവിടെ ഇല്ല. ഓക്കെ, അതായത് ഇവിടെ മുതൽ ഇതുവരെ വലിയൊരു ഓപ്പണിംഗ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചുമര് ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വന്നെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പ്ലാൻ പ്രകാരം ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് നോർമൽ, അതായത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് ആവുക. നോർമൽ പ്ലാനിൽ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആയിട്ട് ഇവിടെ ഒരു ലാൻഡിങ് വരും, പിന്നെ ഇങ്ങനെ ക്രോസ് അടിച്ച് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ മുകളിലേക്ക്, അങ്ങനെ 3 ലാൻഡിങ് ആയിട്ടായിരുന്നു ഇതിൻ്റെ സ്റ്റെപ്പ്. പക്ഷെ നമ്മളേതാ ചേർത്തല ചെയ്ത വീടിൻ്റെ തോന്നുന്നുണ്ടല്ലേ, ചേർത്തലയിൽ ചെയ്ത വീടിൻ്റെ സ്റ്റെയർ കേസ് കണ്ടിട്ട് ആൾക്ക് അതെങ്ങനെയും ആളെ വീട്ടിൽ കൊള്ളിക്കാൻ പറ്റുമോ ചോദിച്ചു. സത്യം പറഞ്ഞത് ചുമര് വെക്കണ സമയത്ത് ഞാനൊന്ന് അളന്ന് നോക്കിയതാട്ടോ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ കിട്ടില്ല എന്ന്, കാരണം നമ്മൾ അവിടെയൊക്കെ ചുമര് വെച്ച് പോയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടില്ല എന്ന് കരുതിയപ്പോൾ നമ്മളവിടെ ചുമര് പൊക്കിക്കോളാൻ പറഞ്ഞു, കാരണം നോർമൽ രീതിയിൽ അടിക്കാൻ കരുതി. പക്ഷെ ചുമര് കണ്ടപ്പോൾ ചേട്ടൻ ഗൾഫിലാണ്, അപ്പോൾ ചേട്ടന് ചെറിയൊരു സങ്കടം. അപ്പോൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വാ ഇപ്പം ഈ ഒരു ചുമര് ഇവിടെ അഡീഷണൽ വന്നത്. അതായത് മുന്നേ ഈ ചുമര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കാട്ടി, ഇവിടെ ഉണ്ടായിരുന്ന ചുമര് കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് കൊടുത്തു. ഇത് ഒരു 1:10 ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിക്കുള്ള ഡൈനിങ്ങും സ്റ്റെയർ കേസും ഒന്നിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്, ഇവിടുന്നാണ് നമ്മൾ സ്റ്റെപ്പ് തുടങ്ങുക. സ്റ്റെപ്പ് തുടങ്ങിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പകുതി ആയിരിക്കും. അതായത് നമുക്ക് ആ ഷെയ്ഡ് ഉണ്ടല്ലോ, ഷെയ്ഡിൻ്റെ ഒരു 50 സെൻറ്റിമീറ്റർ, ആ 50 സെൻറ്റിമീറ്റർ നമ്മൾ ഈ ലാൻഡിങ് പുറത്തേക്ക് ഇടും, ബാക്കി വരുന്നത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇടും. 50 എന്ന് പറയുമ്പോൾ ഓൾറെഡി 50 ഔട്ട് സൈഡായി, പിന്നെ 10 സെൻറ്റിമീറ്റർ നമ്മളെ ചുമര്, അപ്പോൾ 60 ആയി. അപ്പോൾ 30 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഈ ഒരു ഹാളിലേക്ക് ഈ ഒരു സ്റ്റെയർ കേസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആകെ എത്ര വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫുള്ളായിട്ട് ഡൈനിങ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഹാള് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിലുള്ള ബെനിഫിറ്റ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ 50 പുറത്തേക്ക് ഇട്ട് തള്ളണ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ പിന്നെ ജനൽ കൊടുക്കുമ്പോൾ പ്രശ്നമാണ്, കാരണം ഫ്രണ്ടിൽ ഏരിയ കമ്മിയാണ്. അതുകൊണ്ട് നമുക്ക് സെറ്റിംഗ് ഔട്ട് പോകാണ്ടിരിക്കാനായിട്ട് ഇങ്ങനത്തെ ജനലുകൾ ചിലപ്പോൾ വെക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ സ്ലൈഡിങ് UPVCയിൽ വെക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ഗ്ലാസ് ആക്കേണ്ടി വരും. ഫിക്സ്ഡ് ഗ്ലാസ് ആക്കിയാലും ഒരു പ്രശ്നമല്ല, കാരണം അല്ലേ ഇവിടെ ഇപ്പോൾ ഇത്രയും എയർ സർക്കുലേഷൻ, ഇത്രയും വലിയ വെന്റിലേഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ആയി കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടും, അതിനൊരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് തന്നെയാണ് ഇപ്പം എൻ്റെ ചോയ്സും, അതാണ് ഇപ്പോൾ അവരോട് പറയാൻ നിൽക്കുന്നത്. കാരണം ജനൽപ്പൊളി വെക്കണത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് വാ, അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ DBയുടെ പൊസിഷനൊക്കെ മാറും. അപ്പോൾ ഇതും നമ്മൾ അതിന് ശേഷം ഈ ചുമര് കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ DBക്കുള്ള സ്പേസ് ഉണ്ടാക്കിയത്. അപ്പോൾ മോഡിഫിക്കേഷൻ കോൺക്രീറ്റ് വീട്ടിൽ പറ്റായൊന്നുമില്ല. പിന്നെ കോൺക്രീറ്റ് വീട് ചെയ്യാൻ അറിയാത്തവർക്ക് പിന്നെ മോഡിഫിക്കേഷൻ ഒരു വലിയ ഇഷ്യൂ, അത് വേറെ കാര്യമില്ല. അങ്ങനെ ഇല്ലമ്മോ, ഈ വീട് ചെയ്യണവനല്ലേ ഇപ്പോൾ ഇത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിക്കല്ലേ അതിൻ്റെ റിപ്പയറിങ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ മറ്റേ ബെൻസോ അല്ലെങ്കിൽ ഒന്നിനും പോട്ടെ, എൻ്റെ EV തന്നെ ഇതിപ്പോൾ നോർമൽ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്തവർ നേരേക്ക് തരുമോ? അപ്പോൾ നമ്മളെ EV ആണ് മഹേന്ദ്രേൻ്റെ, ഒരു നോർമൽ വർക്ക്ഷോപ്പിൽ അവർ നേരേക്കില്ല. ഇപ്പോൾ ടാറ്റേൻ്റെ ആണെങ്കിൽ ഏതിൻ്റെ ആണെങ്കിലും കേട്ടോ, EV നമ്മളെല്ലാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ സർവീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോകണം. കാരണം ഇനി ആ സർവീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിൻ്റെയൊക്കെ സ്പെക്ക് പഠിച്ചിട്ട് ആൾക്കാർ സ്വന്തമായിട്ട് പുറത്തു വന്ന് ഒരു വർക്ക്ഷോപ്പ് ഇട്ടാലേ ഉള്ളൂ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുക. അന്ന പോലെ തന്നെ ഞങ്ങളേന്ന് ആരെങ്കിലും ഒക്കെ ഇത് പഠിച്ചു പോയിട്ട് അവർ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് വേണം അവർ മോഡിഫിക്കേഷൻ ചെയ്യാൻ. അപ്പം നിങ്ങൾ വെറുതെ കടന്നിട്ട് ചുമര് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല എന്നും പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ DBക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാ അല്ലേ. കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ പറ്റും, കോൺക്രീറ്റ് അല്ലേ, നമുക്ക് ഇരുമ്പ് വരെ കട്ട് ചെയ്യുന്നില്ല, പിന്നെ എന്നാ കോൺക്രീറ്റ് എല്ലാ സാധനവും കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് അല്ലേ. കിച്ചണും അവളുടെ ഇഷ്ടപ്രകാരം നമ്മളൊരു കുറച്ച് അങ്ങോട്ട് സ്പേസ് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് മാക്സിമം നമ്മളെ തറയുമ്പോൾ കിട്ടുന്ന പോലെ വലുപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ ഏകദേശം ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ സ്ലാബൊക്കെ വരുമ്പോൾ കൺജസ്റ്റഡ് ആവും. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ ഓരോ ആഗ്രഹം പറയുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റണമെങ്കിൽ ചെയ്യാം, പറ്റാത്തതാണെങ്കിൽ പിന്നെ ചെയ്യില്ല. ഇതേപോലെ തന്നെ ഇതൊക്കെ അല്ലേ, ഇതിപ്പോൾ വലിയൊരു ബാത്റൂമായി, നോക്ക് നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമായി അല്ലേ ഇത്.
ഇതൊന്നും പ്ലാനിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. കാരണം ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ കെട്ട് വരുന്നത്. ഇടയിൽ ഈ കാണുന്നതാണ് കെട്ട്. അതായത് ഇത് തന്നെ ഇരുന്നു ഇതിന്റെ പുറത്തേക്കുള്ള വഴി. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് ഇവിടുന്ന് ആക്കി. അപ്പൊ ആ ബാത്റൂം കുറച്ചും കൂടി വലുപ്പമാക്കി. അങ്ങനെ പ്ലാനിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് അവള് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാ ഇവള് മറ്റേ വീടിന്റെ മുതലാളി വരുന്നുണ്ട്. മുതലാളി മാത്രമേ ഉള്ളൂന്ന്. ആര്? ആ അങ്ങനെയല്ല, അത് ഏട്ടന് കാണാനാണ്. വണ്ടി ഇപ്പൊ പോർച്ചിൽ കണ്ടോ, 2 വണ്ടി ഇടാന്ന് അർത്ഥം. ബാക്കിലൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും വലിയ വണ്ടി വന്നു കഴിഞ്ഞാലും ഇവിടെ കിടക്കുന്നതാണ് അല്ലേ. അതിനു വേണ്ടി കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. അതെ, വീഡിയോ എടുക്കുമ്പോ ഫോണെല്ലാം സൈലന്റ് ചെയ്തേക്കുക. അപ്പൊ ഇന്റേത് സൈലന്റ് അല്ല. പിന്നെ എന്താ പറഞ്ഞല്ലേ, ഞാന് ഭയങ്കര ക്രൂരനാണ്, ദേഷ്യക്കാരനാണ്. അമ്മൂനെ ചീത്ത പറഞ്ഞ് പൊളിക്കുന്നൊക്കെ, ചീത്ത പറഞ്ഞ് പൊളിക്കുകയാണെന്നൊക്കെയാണ്. അവളെ കാണിക്കും, ഇന്നെന്തിനാ കാണിക്കുന്ന, അവളെ കാണിക്കും. പിന്നെ മനോജ് വന്നു കഴിഞ്ഞാൽ പിന്നെ സൈറ്റിൽ ഒരാള് മിണ്ടില്ല, പണിയെടുക്കില്ല. അല്ല എന്തായാലും പറഞ്ഞേ, വിൻഡോ സൈലൻസ്. അത് അപ്പൊ അത്രയൊക്കെ ഉള്ളു. ഇനി ഇതിന്റെ 2ാം നിലയും മെയിൻ സ്ലാബൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഒന്ന് കാണിച്ചു കൊടുക്കുക. കാരണം ഇത്രയും ദിവസം ഈ വീടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴാണ് വരാറ് സാധാരണ? ഇന്നല്ലേ പകൽ വെളിച്ചത്തിൽ കാണുന്നത്. അല്ല, ഞങ്ങൾ മിഞ്ഞാന്ന് പോയപ്പോ രാത്രി ഇവിടെ വന്നു. ആ, നിങ്ങൾ കാണാനില്ല. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് കയറി നോക്കിയപ്പോ. ഓക്കെ.